ആഭിചാരക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവും വന്നിട്ടില്ല. സാഹചര്യത്തിലുള്ള അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ ക്രിക്കറ്റിൽ അതായത് പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള പ്രതിയുടെ ഭാഗത്തും തെളിവ് വന്നിട്ടില്ല. അന്വേഷണത്തിൽ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ തന്നെ വരുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് കൺസൾട്ടി സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതി പെട്രോൾ വാങ്ങിച്ചതും കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മതം വഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ 7 ദിവസങ്ങളിൽ പ്രതിയുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന 7 ദിവസങ്ങളിൽ മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിൽ ലഭിച്ചിട്ടില്ല. ഡോക്ടർ മോഹൻ റോയിയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയിയുടെ സഹായം തേടിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങളുണ്ട് ചെറിയ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിന്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത് ഇതിൽ നിന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്ന അദ്ദേഹത്തിന്റെ എവിഡൻസും വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു സമയത്ത് പ്രതിയുടെ ഭാഗത്തുനിന്നോ ഡിഫൻസിന്റെ ഭാഗത്തുനിന്നോ അതിനെ തർക്കുന്ന രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല. ഇതിനെ പ്രതിയുടെ ഇന്റർമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസസുകളെ കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഈ കൃത്യം നടന്നായി പറഞ്ഞ 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നടക്കുകയായിരുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ മാനസിക പ്രശ്നങ്ങളോ അതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു രീതിയിലും ഒരു ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഡിസ്കഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വിധിന്യായം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും പ്രതിയെ 302 അതായത് കൊലപാതകം അത് 4 കൗണ്ടുള്ളതിനാണ് സാധ്യത. 4 പേരെ കൊന്നതിന് 4 കൗണ്ടായിട്ട് 302 കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 430 വീട് തീവച്ച് നശിപ്പിച്ചതിന്, പിന്നെ 201 എവിഡൻസ് നശിപ്പിച്ചതിന്, ഈ 3 കുറ്റത്തിലാണ് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത്. നാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നാളെ വരുന്നത്. അപ്പൊ അതിനുശേഷം സബ്സിക്വന്റ് ആയിട്ട് വിധിയെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്ത് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ്, അതായത് പ്രതി ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞത് 7 ദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പൊ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിന്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ള ഒരു വിരോധമുണ്ട്. അച്ഛനോട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട്, അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത്. അപ്പൊ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഡോക്ടറിന്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ള ഒരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? ഇല്ല, വേറെ കോടതിയുടെ ഭാഗത്തു നിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒന്നുമില്ല. 302, 436, 201 ഇതില്ലാത്തൊരു കേസായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ കെ ബൈജു സാർ. ഈ സർക്കംസ്റ്റാൻസിൽ എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത്. ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരൊത്തണക്കത്തോടുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നതായാലും ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒത്തണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിൽ ചെയിൻ ഒരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം കേൾക്കുന്നത്. അതെ, തീർച്ചയായിട്ടും റെയറസ്റ്റ് പ്രയർ എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം കോടതിയുടെ കൺസിഡറേഷൻ ആണ്. ഇതിന് റെയറസ്റ്റ് പ്രയർ ആണെങ്കിൽ പോലും
ചില സർക്കംസ്റ്റാൻസിൽ ആ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ, തിരിച്ചയാളെ സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നാളെ വരച്ചുള്ളൂ. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. റയർ കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷൻ വയ്ക്കുന്ന കാര്യം. സാർ 2017 ഉണ്ടായ സംഭവമാണ്. ഇന്നത്തെ ഐജിയായിരുന്ന മനോജ് സാറിന്റെയും കമ്മീഷണർ സ്പർജൻ സാറിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഈ ഐജി സാർ ഇന്നത്തെ കോഴിക്കോട് റൂറൽ എസ് പി സാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. വൈസ് സാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് റെഡി ചെയ്തത്. ഇതിന്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഓൺലൈൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ്, എവിഡൻസ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, എല്ലാ കാര്യങ്ങളും ആയിട്ട് കേസ് സംഘത്തിന് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ അതായത് കേരള പോലീസിന് ടീം വർക്കിന്, ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു. അതിന്